സഖാവ് വി.എസ്. അച്യുതാനന്ദന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകൾ നമുക്ക് പെൻഡിങ് ആയിരുന്നു അല്ലെ. ശരിക്കും പറഞ്ഞാൽ ചർച്ച ചെയ്യാൻ ഒരുപാടുണ്ടായിരുന്നു. വി.എസ്. അച്യുതാനന്ദൻ എന്ന സഖാവിനെ ഒതുക്കി മൂലക്കിരുത്തിയതിനു ശേഷം അദ്ദേഹത്തിന്റെ മരണം പോലും രാഷ്ട്രീയപരമായിട്ട് ഇവിടെ കമ്മ്യൂണിസം ഉണ്ട് എന്ന് കാണിക്കാനൊക്കെ ഉപയോഗിക്കേണ്ടി വരുന്ന ചിലരുടെ ഗതികേട് നമ്മൾ ആ സമയത്താണ് കണ്ടത്. എന്നാൽ അതിനെപ്പറ്റി സംസാരിക്കാനിരിക്കുമ്പോഴാണ് നമ്മുടെ ഗോവിന്ദചാമി ജയിലിൽ ആടുന്നത്. അതോടുകൂടി ഇനി വി.എസിനെ പറ്റി ആരും സംസാരിക്കില്ല, ആളുകൾ എല്ലാവരും തന്നെ ഗോവിന്ദചാമിയുടെ പുറകെ ഓടിക്കോളും എന്നാണ് ഇവിടുത്തെ സർക്കാരും അവരുടെ കുറെ സൈബർ അടിമകളും കരുതിയതെങ്കിൽ തെറ്റി. ബാക്കി എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് വി.എസിനെ പറ്റി സംസാരിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് കേരളത്തിലെ ജനങ്ങൾക്ക് തോന്നുന്നത്. അതിന്റെ തെളിവാണ് അദ്ദേഹത്തിന്റെ മരണത്തിൽ അണിനിരന്ന ആയിരക്കണക്കിന് ജനങ്ങളുടെ സാന്നിധ്യം. ഇവിടെ ഇപ്പോൾ വി.എസിനെതിരെ അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ യാതൊരു തരത്തിലുള്ള ഒതുക്കലും കാര്യങ്ങളും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ് പാർട്ടിയെ പ്രതിരോധിക്കാൻ വേണ്ടി രംഗത്ത് വന്നിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സഖാവ് റെജി ലൂക്കോസ് ആണ്. ഇദ്ദേഹം പാർട്ടിയിലെ മെമ്പറാണോ അല്ലെങ്കിൽ പാർട്ടിയിൽ ഏതെങ്കിലും സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയാണോ, പാർട്ടിയായിട്ട് എന്താണ് ബന്ധമുള്ളതെന്നൊക്കെ ചോദിച്ചാൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒന്നും വേണ്ട. ഇദ്ദേഹം ഒരു സൈബർ വെട്ടുക്കിളിയാണ്. അപ്പോ പാർട്ടി പ്രതിരോധത്തിലാവുന്ന സമയത്ത് ചർച്ചകളിലൊക്കെ പോയിരുന്ന് പാർട്ടിയുമായിട്ട് ബന്ധമില്ലാത്ത കുറെ കാര്യങ്ങളെ പറ്റി സംസാരിക്കുക, ഉന്നയിക്കുന്ന വിഷയം എന്താണോ ആ പോയിന്റിൽ നിന്നും വഴിമാറ്റി അവസാനം എഴുന്നേറ്റ് പോവുക, ഇതൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ പരിപാടി. ഇവിടെ ചെയ്തിരിക്കുന്നതും അതേ സംഗതി തന്നെയാണ്. ഇവിടെ സംസാരിക്കുന്ന വിഷയം ഇതാണ്: വി.എസിനെ ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണം എന്നൊരു പരാമർശം ആലപ്പുഴ സമ്മേളനത്തിൽ വെച്ച് ഒരു കൊച്ചു പെൺകുട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്ന് പറഞ്ഞിരിക്കുന്നത് CPM-ലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സഖാവായ സുരേഷ് കുറുപ്പാണ്. അദ്ദേഹത്തെ അവിശ്വസിക്കേണ്ട കാര്യം ഒരു തരത്തിലും ഇവിടുത്തെ ആളുകൾക്കില്ല. എന്നാൽ ഇങ്ങനൊരു സംഭവം ഒന്നും ഉണ്ടായിട്ടില്ല. ഈ പറഞ്ഞതുപോലെ വി.എസിനെതിരെ യാതൊരു രീതിയിലുള്ള ഹേറ്റ് ക്യാമ്പയിനോ പ്രവർത്തനങ്ങളോ ഒന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അകത്ത് നിന്നും ഉണ്ടായിട്ടില്ല എന്നാണ് നമ്മുടെ റെജി ലൂക്കോസ് പറയുന്നത്. ആദ്യം ഇദ്ദേഹം സംസാരിക്കുമ്പോൾ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന് എന്താണ് മനസ്സിലായിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം. വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പായി സംഭാവനകളുടെ കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. പബ്ലിക് ഒപ്പീനിയൻ ഇപ്പോൾ വീഡിയോ ചെയ്യുമ്പോൾ കിട്ടുന്ന മോണിറ്റൈസേഷൻ, വീഡിയോ ചെയ്യുമ്പോൾ കിട്ടുന്ന യൂട്യൂബിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നും കിട്ടുന്ന വരുമാനം ഇപ്പോൾ കിട്ടുന്നില്ല. ഞങ്ങളുടെ റീച്ച് വലിയ തോതിൽ റിപ്പോർട്ട് അടിച്ച് ഞങ്ങളുടെ ഹേറ്റേഴ്സ്, ഞങ്ങൾ ഇഷ്ടമില്ലാത്തവർ ചെയ്തു വെച്ചിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് പേയ്മെന്റ് ഈ മേഖലയിൽ നിന്നും കിട്ടാത്തത്. ഇപ്പോൾ പ്രേക്ഷകർ അയക്കുന്ന ആ ഒരു ഫണ്ട് കൊണ്ടാണ് പബ്ലിക് ഒപ്പീനിയൻ നിലനിന്ന് പോകുന്നത്. പബ്ലിക് ഒപ്പീനിയന്റെ ലയബിലിറ്റീസും ചെലവുകളും എല്ലാം അതിലാണ് നടന്നു പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പിന്തുണ കുറച്ചു കാലത്തേക്ക് കൂടി ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധി ഒന്ന് സെറ്റ് ആകുന്നത് വരെയും ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. എന്നാൽ നമുക്ക് വിഷയത്തിലേക്ക് വരാം. റെജി ലൂക്കോസ് ആദ്യമേ തന്നെ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്നൊന്ന് കേട്ടു. ബഹുമാനപ്പെട്ട വി.എസ്. മരിച്ചതിന്റെ പിറ്റേ ദിവസം പെരുമ്പങ്കോടി മുരളി മുൻ MLA-യും മുൻ സംസ്ഥാന കമ്മിറ്റി അംഗമായ അദ്ദേഹം ഒരു പ്രമുഖ ദിനപത്രത്തിൽ എഴുതിയ ലേഖനത്തിലല്ല ആദ്യം ഇത് പരാമർശിക്കപ്പെടുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃപ്പൂണിത്തുറയിൽ സ്വരാജിനെതിരെ വ്യാപകമായി ഇത് പ്രചരിക്കപ്പെട്ടു. ഈ കഴിഞ്ഞ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലും അദ്ദേഹത്തിനെതിരെയുള്ള വലിയൊരു ആയുധമായിട്ട് എതിരാളികൾ ഇത് പ്രയോഗിച്ചു. അതിന്റെ വസ്തുത എന്താണ്? ഇപ്പോൾ ബഹുമാനപ്പെട്ട സുരേഷ് കുറുപ്പ്, മുൻ MP-യും MLA-യുമായിരുന്ന ബഹുമാനപ്പെട്ട സുരേഷ് കുറുപ്പ് ഇന്ന് നിങ്ങളുടെ തന്നെ പത്രത്തിൽ എഴുതിയിരിക്കുന്ന ലേഖനത്തിൽ അത് സ്വരാജ് അല്ല മറ്റൊരു പെൺകുട്ടിയാണെന്ന് പറഞ്ഞു. കണ്ടോ, ഇവിടെ നമ്മൾ സംസാരിക്കുന്ന വിഷയം എന്താണെന്ന് പോലും CPM-നെ പ്രതിരോധിക്കാൻ വന്നിരിക്കുന്ന റെജി ലൂക്കോസ് സഖാവിന്, ഇദ്ദേഹത്തെ സഖാവെന്ന് വിളിക്കാൻ പറ്റില്ലെന്നാണ് ബാക്കി കൂടെ ചർച്ചയ്ക്കിരിക്കുന്ന ആൾക്കാർ പറയുന്നത്. കാരണം പാർട്ടിയായിട്ട് ഇദ്ദേഹത്തിന് അത്രയ്ക്കുള്ള ബന്ധമേ ഉള്ളൂ. എന്ത് തന്നെ ആയിക്കോട്ടെ, എന്തായാലും പാർട്ടിക്ക് വേണ്ടിയാണല്ലോ ഇപ്പൊ സംസാരിക്കാൻ വന്നിരിക്കുന്നത്. ഇദ്ദേഹം പറയുന്നത് ഇപ്പൊ ഒരു കൊച്ചു പെൺകുട്ടിയല്ലേ സഖാവിന് അല്ലെങ്കിൽ വി.എസ്. അച്യുതാനന്ദന് ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് പറഞ്ഞതായിട്ട് സുരേഷ് കുറുപ്പ് പറയുന്നത്. അപ്പൊ ആദ്യം സ്വരാജിനെ നിങ്ങൾ പറഞ്ഞതൊക്കെ ഇപ്പൊ വേസ്റ്റ് ആയില്ലേ, അതൊരു തെറ്റായിട്ടുള്ള ഒരു വിവരമായിരുന്നില്ലേ എന്നാണ് ഇദ്ദേഹം ആദ്യമേ തന്നെ ചോദിക്കുന്നത്. ഇത് രണ്ട് വിഷയങ്ങളാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധം പോലും ഇദ്ദേഹത്തിനില്ല. അതായത് ഇപ്പോൾ ഒരു പെൺകുട്ടിയും കൂടി പറഞ്ഞിരുന്നുവെന്നും അത് വി.എസിനെ ഭയങ്കരമായിട്ട് വിഷമിപ്പിച്ചുവെന്നും അതുകൊണ്ട് തന്നെ വിഷമിച്ച് ഏകനായി ദുഃഖിതനായി വി.എസ്. അച്യുതാനന്ദൻ ആലപ്പുഴ സമ്മേളനത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിപ്പോയി എന്നാണ് സുരേഷ് കുറുപ്പ് എഴുതിയിരിക്കുന്നത്. അദ്ദേഹം എന്ന സഖാവിനെ അറിയാവുന്ന ഒരു മനുഷ്യനും പറയില്ല അദ്ദേഹം പറഞ്ഞതിൽ എന്തെങ്കിലും വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യമുണ്ടെന്ന്. അദ്ദേഹം ഒരു നുണ പറയുമെന്ന്. അദ്ദേഹത്തെ വിശ്വസിക്കാം എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. ഒരാളും അദ്ദേഹത്തെ വിശ്വസിക്കേണ്ടതില്ല. റെജി ലൂക്കോസിന് പോലും അങ്ങനെ പറയാൻ സാധിക്കില്ല എന്നിരിക്കെ മറ്റൊരു പെൺകുട്ടിയും പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഈ പറയുന്ന സ്വരാജ് സഖാവ് പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ സാധിക്കുന്നത്? അത് വേറെ ഇത് വേറെ എന്നല്ലേ പറയുന്നത്. രണ്ടും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു കാര്യമല്ലേ. കാരണം വി.എസിന്റെ സമര ചരിത്രമായിക്കോട്ടെ, അദ്ദേഹത്തിന്റെ ജീവചരിത്രമായിക്കോട്ടെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന പാർട്ടിക്ക് അദ്ദേഹം എന്ന വ്യക്തി നൽകിയ, സഖാവ് നൽകിയ സംഭാവനകളായിക്കോട്ടെ വിസ്മരിക്കാൻ ആർക്ക് സാധിക്കും? ആർക്കാണ് അദ്ദേഹത്തോട് ഇത്രയധികം പകയോടുകൂടി ഇങ്ങനെ പറയാനായിട്ട് അത്രയൊരു ആർജവം ആർക്കാണുള്ളത്? ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടണം. തീർച്ചയായും അദ്ദേഹം ഒരു വ്യക്തിപ്രഭാവമുള്ള നേതാവായിരുന്നു, വെറും ബക്കറ്റിലെ വെള്ളമല്ല എന്നതിന് തെളിവാണ് അദ്ദേഹം മരിച്ചപ്പോൾ വന്നിരുന്ന ഇത്രയും വലിയ ജനക്കൂട്ടം. സാധാരണക്കാരായ ഒരുപാട് തൊഴിലാളികളായിട്ടുള്ള ആളുകളുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാമോ, ഈ CPM എന്ന പാർട്ടിക്ക് ശരിക്കും പറഞ്ഞാൽ യുവജനങ്ങളുടെ സപ്പോർട്ട് ഭയങ്കര കുറവാണ്. നിഷ്പക്ഷരായ ഒരുപാട് യുവജനങ്ങൾ അവരിലേക്ക് വരാൻ തയ്യാറല്ല. വരുന്ന യുവജനങ്ങളാണെങ്കിൽ ഈ DYFI-യുടെ ഒക്കെ പോലെ ഈ അടിക്കാനും പാർട്ടിക്ക് വേണ്ടി തല്ലാനും കൊല്ലാനും നടക്കുന്ന ബുദ്ധിയില്ലാത്ത, ആശയപരമായി സംവദിക്കാനായിട്ട് യാതൊരു രീതിയിലുള്ള ബുദ്ധിയില്ലാത്ത കുറെ ആൾക്കാരാണ്.
എന്നാൽ വി എസ് അച്യുതാനന്ദൻ സഖാവ് മരിക്കുമ്പോൾ ഒരുപാട് യുവജനങ്ങൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടി നിന്നിരുന്നു. എന്തുകൊണ്ടാണ്? അവരുടെയൊക്കെ ഉള്ളിൽ ഇപ്പോഴും അദ്ദേഹം പകർന്നു വെച്ച ആ കമ്മ്യൂണിസം ഉണ്ടെന്ന് ആലോചിക്കണം. ഇപ്പോഴുള്ള അഭിനവ കമ്മ്യൂണിസ്റ്റോട് അവരെല്ലാം എതിർപ്പ് കാണിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചിന്തിക്കണം. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇല്ല എന്ന് സ്ഥാപിക്കാനോ അല്ലെങ്കിൽ ഈ ഒരു സമയത്തിനുള്ളിൽ സഖാവ് പൂമരനെ വെളുപ്പിച്ചെടുക്കാനോ ഒക്കെ റെജി ലൂക്കോസ് ശ്രമിക്കുന്നത് വെറുതെ പാഴാവുകയുള്ളൂ. താങ്കളെ പരിഹാസനാക്കാൻ മാത്രമേ അത് ഇടയാക്കൂ. ഈ പെരുപ്പങ്കോട് മുരളി എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട വ്യക്തി ഇന്നൊരു മാധ്യമത്തിനടുത്ത് പറഞ്ഞല്ലോ, ഞാൻ സ്വരാജിന്റെ പേര് ഉപയോഗിച്ചിട്ടില്ല എന്ന്. അതെന്തിനാ പറഞ്ഞേ? അപ്പോൾ കൃത്യം മഹാനായ നേതാവ് മരിച്ചു കിടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പേര് വെച്ചുകൊണ്ട് കേരളത്തിൽ വളരെയധികം ശ്രദ്ധ നേടിയിരിക്കുന്ന, കേരളത്തിൽ ഉടനീളം ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു യുവ നേതാവിനെ തകർക്കാൻ കാലങ്ങളായിട്ട് നടത്തുന്ന ഒരു വ്യാജ ആരോപണമല്ലായിരുന്നോ? കണ്ടില്ലേ, ഇദ്ദേഹത്തിന്റെ ഉദ്ദേശം ഇവിടെ വ്യക്തമാണ്. ഇദ്ദേഹം ഈ ഒരു സന്ദർഭം ഉപയോഗിച്ചുകൊണ്ട് സഖാവ് സ്വരാജിനെ വെളുപ്പിക്കാനാണ് നോക്കുന്നത്. കാരണം അദ്ദേഹത്തിന്റെ ഒരു കരിയറിലുള്ള ഒരു വലിയ കളങ്കമാണ് വി എസ് എന്ന് പറയുന്ന അദ്ദേഹത്തെക്കാളൊക്കെ പാർട്ടിയിൽ അനുഭവ പരിചയമുള്ള വലിയ പേരുള്ള ഒരു വ്യക്തിനെ ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണം എന്ന രീതിയിലൊക്കെ വിമർശിച്ചു എന്നുള്ളത്. അപ്പോ ഇദ്ദേഹം പറയാൻ ഇപ്പൊ ഉദ്ദേശിക്കുന്നത് സ്വരാജ് അങ്ങനെ പറഞ്ഞില്ല എന്നല്ലേ പെരുപ്പങ്കോട് മുരളി പറയുന്നത്? അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞില്ല, സ്വരാജിന്റെ പേര് പറഞ്ഞില്ല എന്നാണല്ലോ പറഞ്ഞത് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. പെരുപ്പങ്കോട് മുരളി സഖാവ് പാർട്ടിയിൽ നിന്നും പുറത്തു പോയതാണെന്നും പുറത്തിരുന്നിട്ട് അദ്ദേഹം ഇങ്ങനെ ദുഷിപ്പ് പറയുകയാണെന്നുള്ള രീതിയിലൊക്കെ ഇദ്ദേഹം ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് വെക്കുന്നുണ്ട്. പറയാൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞു വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹത്തിന് ഇവിടെ എന്താണ് റോൾ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. ഇടത് സഹയാത്രികൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പേര് എഴുതി വെച്ചിരിക്കുന്നത്. പാർട്ടിയുമായിട്ട് ഇദ്ദേഹത്തിന് ഒരു ബന്ധമില്ല. പെരുപ്പങ്കോട് മുരളി എന്നൊക്കെ പറയുന്ന സഖാവ് ശരിക്കും പാർട്ടിക്ക് വേണ്ടി എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് പാർട്ടിയിൽ അന്ന് പ്രവർത്തിച്ചിരുന്ന ആളുകൾക്കടക്കം അറിയാവുന്നതാണ്. ഇന്നിപ്പോ അദ്ദേഹത്തെ ഒതുക്കി മൂലയ്ക്ക് വെച്ചിരിക്കുന്നതുകൊണ്ട് കുറെ അഭിനവ സഖാക്കന്മാർക്ക് അറിയാതെ ഇരിക്കാം എന്നേ പറയാൻ സാധിക്കും. ഇദ്ദേഹം ഈ ഒരു സന്ദർഭം ഉപയോഗിച്ച് സ്വരാജ് ഇത് പറഞ്ഞില്ല എന്നതാണ് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ അത്തരത്തിലൊരു വിമർശനം വി എസിനെതിരെ ഉയർന്നു വന്നിട്ടുണ്ട് എന്നത് ഇവർക്ക് ആർക്കും ഡിനൈ ചെയ്യാൻ സാധിക്കില്ല എന്നല്ലേ സത്യം. കേരളത്തിൽ നിന്നും കേരളത്തിലെ പാർട്ടി ഘടകത്തിൽ നിന്നും പാർട്ടിയിൽ നിന്ന് സ്വയം പോയതിനു ശേഷം ഈ പാർട്ടിയെ കുറിച്ച് നുണകൾ പറഞ്ഞ എത്ര പേരുടെ ചരിത്രം ഞാൻ കൊണ്ട് പറയാം. കണ്ടില്ലേ, പാർട്ടിയിൽ നിന്ന് പോയതിനു ശേഷം പാർട്ടിയെ ദുഷിപ്പിച്ച് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളുകളിൽ ഒരാളാണ് ഈ പറയുന്ന പെരുപ്പങ്കോട് സഖാവും എന്നതാണ് ഇദ്ദേഹം പറഞ്ഞ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. വി എസിന്റെ ഭരണശേഷം മീഡിയാസിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന അദ്ദേഹമാണല്ലോ. എന്തുകൊണ്ടാണ് വി എസിനോടൊപ്പം ഒരുപാട് സമരത്തിലും അതുപോലെ ഇടത് സഹയാത്രികൻ എന്ന് ശരിക്കും പറയാവുന്നത്, അങ്ങനെ അദ്ദേഹത്തിന്റെ ഒപ്പം ജീവിച്ചിരുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടാണ് അദ്ദേഹം നമുക്ക് മുമ്പിൽ വന്ന് അന്ന് എന്തൊക്കെയാണ് ഇന്ന് വി എസിനെ പൊക്കിക്കൊണ്ട് നടക്കുന്ന, അല്ലെങ്കിൽ വി എസിന്റെ മരണത്തിൽ ഞങ്ങൾക്ക് ഉമ്മൻചാണ്ടിയെ പോലെ സംഘബലമൊക്കെ ഉണ്ടടാ എന്ന് പറഞ്ഞ് തീ ഒക്കെ കാണിച്ച് ആളാവാൻ നോക്കുന്ന ആൾക്കാര് അന്ന് എന്താണ് ചെയ്തിരുന്നത് എന്നത് വ്യക്തമായി പറയുന്നത്. ഉടനെ പറയുന്നത് അദ്ദേഹം പാർട്ടിയിൽ നിന്നും പുറത്തുപോയ വ്യക്തിയാണ്. ശരി, ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് പറഞ്ഞുകൊണ്ട് വി എസിനെ കൈ ചൂണ്ടി ഒരു പെൺകുട്ടി പറഞ്ഞു എന്ന് പറഞ്ഞത് ഇപ്പോഴും CPM-ൽ തന്നെയുള്ള സുരേഷ് കുറുപ്പാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞതിനെതിരെ എന്താണ്? അദ്ദേഹം പറഞ്ഞത് നുണയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അതേക്കുറിച്ച് അദ്ദേഹത്തിനൊന്നും പറയാനില്ല. ശുദ്ധ അസംബന്ധങ്ങൾ പാർട്ടിയിൽ നിന്ന് മാറി നിൽക്കുന്നവർ ചമയ്ക്കുന്ന ഇത്തരം വാർത്തകൾ അല്ലെ അവർ മാധ്യമങ്ങൾ ചോർത്തി കൊടുക്കുന്ന. അറിയാതെ ആണെങ്കിൽ ഒരു സത്യം പറഞ്ഞു, പാർട്ടിയിൽ നിന്ന് പോയവര് മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുക്കുന്ന, ഇപ്പൊ ഈ ചോർത്തി കൊടുക്കുന്ന എങ്ങനെ? ഇല്ലാത്തൊരു സാധനം ചോർത്തി കൊടുക്കാൻ പറ്റില്ല. ഉള്ള സാധനത്തിന് അവിടെ നിന്ന് ഇവിടെ വന്ന് പറയുന്നതിനെയാണ് ചോർത്തി കൊടുക്കുക അല്ലെ. ഒരു വെള്ളം വാർന്ന് ചോർന്ന് പോകണമെന്നുണ്ടെങ്കിൽ വെള്ളം ആദ്യം അതിനകത്ത് വേണം. അപ്പോ ഇല്ലാത്ത കാര്യങ്ങളും ഒന്നും അല്ല മാധ്യമങ്ങൾക്ക് ചോർന്ന് കിട്ടിയിരിക്കുന്നത് എന്നുള്ളത് അബദ്ധത്തിലാണെങ്കിലും റെജി ലൂക്കോസ് സമ്മതിച്ചിരിക്കുകയാണ്. ഇവിടെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വി എസിനെ അന്ന് ക്യാപിറ്റൽ പണിഷ്മെന്റിന് വിധേയനാക്കണം എന്ന രീതിയിൽ അടക്കമുള്ള വിമർശനങ്ങൾ വന്നിരുന്നു എന്നത് ചോർന്ന് കിട്ടിയതാണ് മാധ്യമങ്ങൾക്ക്. കുറെ ആളുകൾ ചോർത്തിയതാണെങ്കിൽ പോലും അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. ഉണ്ടെങ്കിലാണ് ചോർത്താൻ പറ്റുക അല്ലെ റെജി ലൂക്കോസെ? പിന്നീട് ചർച്ച മുന്നോട്ട് പോകുമ്പോഴെല്ലാം ഇദ്ദേഹം പറഞ്ഞു വെക്കാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഈ പേരും പറഞ്ഞ് ചിന്താ ജെറോമിനെ വേട്ടയാടുന്നു. അതായത് സുരേഷ് കുറുപ്പ് പറഞ്ഞ കൊച്ചു പെൺകുട്ടി ചിന്താ ജെറോമാണ് എന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഒരു പ്രചാരണം നടക്കുന്നുണ്ട്. ചിന്താ ജെറോം തന്നെ അതിനെ നിഷേധിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട്. സുരേഷ് കുറുപ്പാണ് സത്യത്തിൽ പറയേണ്ടത് ഏത് പെൺകുട്ടിയാണെന്ന്. എന്നാൽ ഇങ്ങനൊരു സംഭവം നടന്നു എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. എന്നാൽ ആ പെൺകുട്ടി ഇപ്പോ ഈ പറയുന്ന പാർട്ടിയിൽ ഉണ്ടോ, എന്തെങ്കിലും മെമ്പർഷിപ്പിലൊക്കെ ഉണ്ടോ, അല്ലെങ്കിൽ അന്നത്തെ ഒരു കൊച്ചായിരുന്നു അതിന് ശേഷം പാർട്ടിയിൽ നിന്ന് പോയതാണ്, ഇതൊക്കെയും അറിയേണ്ടതായുണ്ട്. ഇതൊന്നും അറിയാതെ ചിന്താ ജെറോമിനെ പറയുന്നത് ശരിയല്ല. പക്ഷേ റെജി ലൂക്കോസ് ഇവിടെ അതൊരു കാരണമാക്കി കൊണ്ട് വി എസിനെതിരെ ഇങ്ങനെ ഒരു പരാമർശം വന്നിട്ടില്ല എന്ന രീതിയിലാണ് വരുത്തി തീർക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇനി അങ്ങോട്ടുള്ള ചർച്ച കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. വെറും യൂസ്ലെസ് ആയതുകൊണ്ട് ഞാനത് വീണ്ടും പ്ലേ ചെയ്യുന്നില്ല. അദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്നത് വി എസിന് അങ്ങനെ ഒരു വിഷമം ഉണ്ടായിട്ടില്ല, വി എസ് ഒരിക്കൽ പോലും ഈ പറയുന്ന സഖാവ് സ്വരാജ് ഇങ്ങനെ ഒരു സംഗതി പറഞ്ഞത് എന്ന് പറഞ്ഞിട്ടില്ല എന്നൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത്. ക്യാപിറ്റൽ പണിഷ്മെന്റിന് എന്നെ വിധേയനാക്കാം എന്ന രീതിയിൽ ആരും നോക്കണ്ട എന്ന് വി എസ് പറഞ്ഞ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഈ പറയുന്ന ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് പറയുന്ന ഒരു വാക്ക്, അങ്ങനെ ഒരു പരാമർശം ഈ പറയുന്ന സമ്മേളനങ്ങളിൽ ഒന്ന് വന്നിട്ടില്ലെങ്കിൽ വി എസ് എന്തിനത് പറഞ്ഞു? ഏത് പ്രശ്നങ്ങൾ ഉണ്ടായാലും എത്ര വിമർശനം ഉണ്ടായാലും അത് പാർട്ടിക്ക് അകത്തായാലും പുറത്തായാലും ധൈര്യമായിട്ട് നിന്ന് അതിനെ നേരിടുന്ന ആള് തന്നെയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണം ഉണ്ടാകും.
ഇപ്പൊ ഇങ്ങനൊരു സംഭവം ആലപ്പുഴ സമ്മേളനത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പ്രതികരിച്ചില്ല എന്ന് പറയുന്ന ആളുകൾ ഒന്ന് ശ്രദ്ധിക്കണം. അദ്ദേഹം പുറത്തിറങ്ങിപ്പോയി വാക്കൌട്ട് ചെയ്യുക എന്നത് ഒരു പ്രതിഷേധ രീതി തന്നെയാണ്. അദ്ദേഹം അതിനെതിരെ പുറത്തു വന്ന ഒരു കൊച്ചു പെൺകുട്ടി എന്നോട് ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് മറുപടി പറഞ്ഞില്ല. അത് അദ്ദേഹത്തിന്റെ സ്വഭാവം അറിയാവുന്ന ആളുകൾക്ക് അറിയാം. ഒരുപക്ഷെ ഒരു കുട്ടിയാണ് അത് പറഞ്ഞെങ്കിൽ ഒരിക്കലും അദ്ദേഹം പബ്ലിക്കായിട്ട് വന്നിട്ട് അതിനെ ഇങ്ങനെ മാധ്യമങ്ങൾക്കോ അല്ലെങ്കിൽ ആളുകൾക്ക് വിട്ടുകൊടുക്കുന്ന രീതിയിൽ മറ്റുള്ളവരോട് പറയുന്നത് പോലെ വെല്ലുവിളിച്ചൊരു മറുപടി അദ്ദേഹത്തിന് പറയാൻ സാധിക്കില്ല. അദ്ദേഹം അങ്ങനെ ഒരു വ്യക്തിയാണ്, അതുകൊണ്ടായിരിക്കാം പറയാതിരുന്നത്. എന്നാൽ അദ്ദേഹത്തെ അത് വിഷമിപ്പിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് അടിവരയിട്ട് പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. ഇനിയിപ്പോ കുറെ സംസാരിച്ച് പറഞ്ഞ് റെജി ലൂക്കോസ് പറയുന്നത് എന്താണെന്ന് റെജി ലൂക്കോസിനെ തന്നെ അറിയാതെ ആകുമ്പോഴത്തേക്ക് ഇദ്ദേഹം കണ്ടമ്പോഴോട് എനിക്ക് വേറെ ചർച്ച ഉണ്ടെന്ന് പറഞ്ഞ് ഓടുന്ന പരിപാടി തന്നെയാണ് ഇതിനകത്ത് നമ്മൾ കാണുന്നത്. എപ്പോഴും ഈ പറയുന്ന ഇടത് സഹയാത്രികർ എന്ന് പറഞ്ഞ് വന്നിരിക്കുന്ന ആളുകൾ ഉത്തരം മുട്ടുമ്പോൾ എണീറ്റ് പോകും. അങ്ങനെ ഒരു പ്രതികരണ രീതി, ഒരു പ്രതിഷേധ രീതി നിങ്ങളും ചെയ്യുന്നതാണല്ലോ, അത് തന്നെ വി എസ് വന്ന് ചെയ്തിരുന്നു. സോ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വി എസ് അച്യുതാനന്ദൻ എന്ന സഖാവിനെ, അദ്ദേഹത്തിലെ കമ്മ്യൂണിസ്റ്റിനെ, അദ്ദേഹത്തിന്റെ ആദർശത്തെ ആരും തന്നെ അദ്ദേഹത്തിന്റെ പാർട്ടിയിലുള്ള ഇന്ന് കമ്മ്യൂണിസ്റ്റ് എന്ന് അടിച്ചിരിക്കുന്ന ഒരു മനുഷ്യനും തന്നെ അംഗീകരിച്ചിട്ടില്ല. ഒരു കാലത്ത് ഇവിടെ വി എസ് പക്ഷവും പിണറായി പക്ഷവും ഉണ്ടായിരുന്നു. വി എസിനെതിരെ നിന്ന പിണറായി പക്ഷമാണ് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇപ്പോഴത്തെ ഭരണം ജനങ്ങൾക്ക് ഇത്ര ദുസ്സഹമാവുന്നതെന്ന് കൂടുതൽ പറയണ്ടല്ലോ. വി എസ് അച്യുതാനന്ദൻ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹത്തിന്റെ ഭരണത്തിന് കീഴിൽ ജനങ്ങൾക്ക് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും തന്നെ, പരാതികളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. മുഴുവനായും നല്ലതായിരുന്നു എന്നല്ല പറയുന്നത്. എന്നാലും പിണറായി വിജയനെയും വി എസ് അച്യുതാനന്ദനെയും എടുത്തു വെച്ച് നോക്കിയാൽ വി എസ് അച്യുതാനന്ദൻ തന്നെ വീണ്ടും മുഖ്യമന്ത്രിയായി വരുമെന്ന് വിചാരിച്ചിട്ടാണ് ശരിക്കും പറഞ്ഞാൽ വോട്ട് ചെയ്ത്. എന്നാൽ മുഖ്യമന്ത്രിയായി വന്നത് പിണറായി വിജയനാണ്. ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് അധികാരത്തിൽ കയറിയതാണ് എന്നാണ് പറയാൻ സാധിക്കുക. അവസാന കമ്മ്യൂണിസ്റ്റ് തന്നെയാണ് യാത്രയായത്. ഇപ്പോഴുള്ളത് കോർപ്പറേറ്റുകൾക്ക് കൈ കൊടുക്കുന്ന, ആരെയാണോ ബൂർഷ്വ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിരുന്ന, എതിർത്തിരുന്ന, അവരുമായിട്ടൊക്കെ ബിസിനസ് ചെയ്യുന്ന തൊഴിലാളി വർഗത്തെ, താഴെക്കിടയിലുള്ളവരെ തഴയുന്ന ഒരു സർക്കാരാണ്. പേര് മാത്രമേ ഉള്ളൂ കമ്മ്യൂണിസ്റ്റ് എന്നുള്ളത്. അപ്പോ ഇനിയും അങ്ങനെ ഒരു ആദർശത്തിന്റെ പുറകെ നിൽക്കാനാണെങ്കിൽ നിങ്ങൾ നിൽക്കേണ്ടത് ഇവരോടൊപ്പമല്ല, മറിച്ച് ജനങ്ങളോടൊപ്പമാണ്. കമ്മ്യൂണിസം ആയിക്കോട്ടെ, സോഷ്യലിസം ആയിക്കോട്ടെ, എന്ത് തന്നെ തിയറി ആയിക്കോട്ടെ, എന്തിനെ നിങ്ങൾ പിൻപറ്റിയാലും ആത്യന്തികമായി നിങ്ങൾ ഒപ്പം നിൽക്കേണ്ടത് ഇവിടുത്തെ ജനങ്ങൾക്കിടയിൽ. അസാധാരണക്കാരെന്നൊന്നും ഞാൻ പറയില്ല. ഇവിടെ ഈ പാവപ്പെട്ടവരെന്ന് എടുത്തെടുത്ത് പറയുന്ന കുറെ പാർട്ടിക്കാരുണ്ടല്ലോ. ഇവിടെ പാവപ്പെട്ടവർ ഉണ്ടായിരിക്കേണ്ടത് അവരുടെ മാത്രം ആവശ്യമാണ്. കാരണം എന്താന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ സാമ്പത്തികമായി മെച്ചപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഞാനൊരു വണ്ടി എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു തീപ്പെട്ടി മേടിക്കുമ്പോൾ ഞാൻ അടയ്ക്കുന്ന ടാക്സിന് എനിക്ക് അതിന്റെ സർവീസ് കിട്ടിയില്ലെങ്കിൽ ഞാൻ ഗവൺമെന്റിനോട് ചോദിക്കും. കാരണം എന്താന്ന് വെച്ചാൽ, ഈ ഗവൺമെന്റിന്റെ സൗജന്യം ഔദാര്യമായി പറ്റി അതിന്റെ പേരിൽ ഓം ബ്ര എന്ന് പറഞ്ഞ് വണങ്ങി അവർ തരുന്നതും മേടിച്ച് ഓച്ചാനിച്ചിരിക്കേണ്ട ഗതികേട് എനിക്കില്ല. ഞാൻ അങ്ങോട്ട് ടാക്സ് അടക്കുവാണ്. എനിക്ക് സാമ്പത്തികമായിട്ട് ഗവൺമെന്റിന്റെ സഹായം വേറെ ആവശ്യമില്ല. ആ സ്റ്റേറ്റ് ആണ് എന്റേതെങ്കിൽ ഞാൻ ചോദ്യം ചോദിക്കും. അതുകൊണ്ട് തന്നെയാണ് ആ സ്റ്റേറ്റിലേക്ക് സാമ്പത്തികമായി ഒരു വ്യക്തിയും ഇവിടെ ഉയർന്നു വരാതിരിക്കാൻ ഇവിടെ പാവപ്പെട്ടവർ ഉണ്ടാകേണ്ടത് ചില രാഷ്ട്രീയക്കാരുടെ ആവശ്യമാണ്. നമ്മൾ നിൽക്കേണ്ടത് ആ പാവപ്പെട്ടവരെ ഇങ്ങനെ ജീവിക്കാൻ സഹായിച്ചുകൊണ്ടല്ല, മറിച്ച് ആ പാവപ്പെട്ടവരെ ഈ പറയുന്ന സാമ്പത്തിക നിലയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടത് ചെയ്തുകൊണ്ടാണ്. ഏറ്റവും കൂടുതലായി ചെയ്യേണ്ടതാണ്. നിങ്ങൾക്ക് ആരെങ്കിലും സഹായിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ 2 പിള്ളേരെ പഠിപ്പിക്കാനേ പറയുള്ളൂ. വിദ്യാഭ്യാസം ഒരു കുട്ടിക്ക് കൊടുക്കുമ്പോൾ നിങ്ങൾ രക്ഷിക്കുന്നത് ശരിക്കും ഒരു സമൂഹത്തെയാണ്. ഒരു സമൂഹം രക്ഷപ്പെട്ടാൽ ആ നാടും ആ രാജ്യവും ഒക്കെ രക്ഷപ്പെടും. ഇന്ന് അതൊന്നുമില്ലാത്ത, മനുഷ്യത്വമില്ലാത്ത, മൗലികതയില്ലാത്ത, ശരിക്കും പറഞ്ഞാൽ ഒരു മാന്യതയില്ലാത്ത രീതിയിൽ കുട്ടികളായി പോകുന്നത് ഏത് പാർട്ടിയുടെ, ഏത് രാഷ്ട്രീയത്തിന്റെ പ്രതിഫലനമാണെന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. നമ്മൾ അവർക്ക് സപ്പോർട്ട് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? കേരളം ഇപ്പോൾ നിൽക്കുന്നതിലും അധോഗതിയിലേക്കാണ് ഇനി പോകാൻ പോകുന്നത്. CPIM 3ാമതും ജയിച്ച് കയറുമെന്നൊക്കെ പാലോട് രവി പറഞ്ഞതും അതിനെ തുടർന്നുള്ള പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടായിരുന്നല്ലോ. എന്താണ് CPIM 3ാമതും ജയിച്ച് കയറുമോ? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? എന്താണ് സത്യത്തിൽ ഈ പോളുകളുടെയൊക്കെ പിറകിലുള്ള സൈക്കോളജി? അടുത്ത വീഡിയോ നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം. സംഭാവനകളുടെ കാര്യം മറക്കണ്ട. അതുപോലെ തന്നെ ഈ ചാനലിൽ അഡ്വർടൈസ്മെന്റ് ചെയ്യാനും ഈ നമ്പറിലേക്ക് തന്നെ വാട്സ്ആപ്പ് ചെയ്താൽ മതി. വിളിച്ച് തെറി വിളിക്കുന്ന ഒരുപാട് ആൾക്കാരുള്ളത് കൊണ്ട് ഞാൻ കോൾ എടുക്കുന്നില്ല. വീണ്ടും പറയാണ്, വിളിച്ച് തെറി വിളിക്കുന്ന ആളുകൾ ഉള്ളത് കൊണ്ട് ഞാൻ കോൾ എടുക്കുന്നില്ല. എന്നെ വിളിച്ചോണ്ടേ ഇരുന്നിട്ട് യാതൊരു കാര്യവുമില്ല. എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണെങ്കിൽ ദയവ് ചെയ്ത് വാട്സ്ആപ്പിൽ മെസ്സേജ് അയക്കാം. അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ തുടർന്ന് കാണുക പബ്ലിക് ഒപ്പീനിയൻ.